അറിയണം. എന്തുവാടേ എല്ലാം കൂടെ ഒന്ന് ചെരിക്കണത്? ഓ നമ്മൾ ചരച്ചോളാം, ഇയാളടിക്ക് കയറണ്ട. എവിടെടേ പാമ്പ്? തൊണ്ടിനിടയിലുണ്ടെന്നാ. മാറേ എടാ അത് രാജവമ്പാലേ, ചീറ്റാ മതി ചത്തുവാൻ. ഇറ്റിപ്പൂലുള്ള ഒരു പാമ്പിനെ പിടിക്കാനാണോടാ ഈ അടവ് അഭ്യാസമൊക്കെ? എന്താ മുടിപ്പുറ അമ്മച്ചി ഓടിക്കോടാ. പേടിച്ചു ചേച്ചി. പാമ്പിനെ പിടിക്കാൻ വന്ന അവസാനം തുണിയില്ല ഓണാനും ഇല്ലാതെ ഓടി. അണ്ണനെ നല്ല ഉശിരുള്ള ആണാ, അതുപോലാണ് ആ പൊടിയും ചെറുക്കേ. നീ അധികം വാഴത്തിലടാ. അപ്പൊ നാളെ തന്നെ വെച്ചോണ്ടിരുന്ന ആറിപ്പോ അളിയാ, വെറും കൈയോടെ അവൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല. അറിയാല്ല. സാധനം വല്ലതും എടുക്കണ്ടേ? എടാ നമ്മൾ 5 പേരുണ്ട്, സാധനമൊന്നും വേണ്ട. പൊടിയണ്ണ, പണ്ട് അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. വർക്കലമ്പലത്തിൽ ഉത്സവത്തിൻ്റെ അന്ന് കോശത്തിലെ നമ്മുടെ തെക്കലെ ശാന്തി ചേച്ചിയല്ലേ, അവരൊരുത്തം കയറി അങ്ങ് ഞോണ്ടി. പഴയ അറുകലച്ചാമിൻ്റെ ടീമായിരുന്നു. അണ്ണൻ കയറി അങ്ങ് ഒട്ടി. ഒരു ലോഡ് ആൾക്കാരുണ്ടായിരുന്നു അവന്മാർ. 3/4 മണിക്കൂർ അണ്ണൻ നിന്നടിച്ച്. 5 തെങ്ങിന്ന് ടീമൊക്കെ പറഞ്ഞ അവിടെ എത്തിയപ്പോഴേക്കും എല്ലായിടത്തിൻ്റെ അടുത്തൊരു മെഡിക്കൽ കൊണ്ടുപോയി. അറിയാമോ? 3/4 മണിക്കൂറോ? ആ പിന്നെ കോപ്പാണ്. എവിടെ അലാറം വെച്ചോണ്ടിരിക്കരുത്. ഒന്ന് പോടാനിച്ച് അപ്പം പറഞ്ഞ കാര്യമാണ്. 10-20 കൊല്ലം മുമ്പല്ലേടേ. അതൊക്കെ ശരിയായിരിക്കും. അണ്ണൻ്റെ തടിയൊന്നും ഉടഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. മനസ്സിപ്പോഴും പഴയ കണക്ക് തന്നെ. അല്ലേ പിന്നെ രാജോമ്പലേക്ക് എടുത്ത് അടിക്കാൻ പോകും. സാധനം വല്ലതും എടുത്താലാ? എന്തെങ്കിലും കരുതിക്കോ. ഓ, നല്ല ഇരുമ്പ്. പിന്നെ 3/4 മണിക്കൂർ സ്കോപ്പാണ്. ഒരു കാരണവശാലും അവന് പിടിയിട്ടരുത്. കിട്ടിയാ തീർന്ന്. ഒരുത്തൻ്റെ വായന്നൊരു വാക്കോലും വീഴരുത്. ശബ്ദം വെച്ച ആളെ പിടിക്കും. ഇത്തിരി പിടുത്തോണ് കേട്ടാ. നന്നായി, നമുക്കത് കോണമാണ്. തന്നെ ഗോമതിയുടെ വാറ്റാണ്. ഒടുവിൽ കരിമ്പും കാട്ടി ആന അറിയണ കാവാരുന്നാ മതി. പേടിപ്പിക്കാതെ മാറികളെ മോടിക്കോ.
ഇങ്ങർക്ക് വല്ല നേർച്ചയുണ്ടോ? കള്ളും കുടിച്ചോണ്ട് ഇങ്ങനെ വിളിച്ചോണ്ട് നടക്കുകയാണ്. ഭ്രാന്ത്. ആദ്യത്തെ രണ്ടുപേരെ മനസ്സിലായി, മറ്റേതാര് ആ സുന്ദരൻ? ആർക്കറിയാം, വല്ല നേതാക്കന്മാരും ആയിരിക്കും. അണ്ണൻ വേണ്ട സമയം കഴിഞ്ഞില്ല. ഇനി ആ കോമതി എങ്ങാനും പൊടിയിട്ട് അണ്ണനെ മൈക്കി കാണുമോ? അവളെക്കാളും വലിയ മേനക വന്നാലും അണ്ണനൊന്നും മയങ്ങൂല മോളെ. ആ ചന്ദ്രിക എന്നാൾ മുക്കി വെച്ച് പറഞ്ഞു, അണ്ണനൊന്നും മൂളിയാ പിന്നെ അവൾ ആരും അടുപ്പിക്കൂലെന്ന്. തന്നെ കടപ്പുറത്തിട്ട് യാവനാ വെട്ടി. എന്നിട്ട് അണ്ണനെന്തേ? വിഷയത്തിലോട്ട് കൊണ്ടുപോയി. കാണോ? അതിനും വേണ്ടിയിട്ടൊന്നുമില്ല. ആരും കണ്ടില്ലേ? അവിടെ കിടന്ന് ചോര പോയി. എന്നാലും നീ കയറി അങ്ങ് വെട്ടിക്കളണ്ടായിരുന്നു. വെട്ടിയില്ലെങ്കിൽ കാണാമായിരുന്നു. എല്ലാത്തിനും ഇപ്പൊ പനമ്പായി പോയിക്കൊണ്ട് വരായിരുന്നു. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ അവൻ കയറി അങ്ങ് മേഞ്ഞ്. എന്തായാലും പോലീസ് വരും. അതാ എന്റെ പണി പോവും. വലിച്ച് ശരിയായിരിക്കും കേട്ടാ. എന്തായാലും 3/4 മണിക്കൂർ അല്ലെങ്കിലേ ഉള്ള. അയ്യോ അയ്യോ. എന്തിനാണ് ഇവിടെ വേണം? അതെ, പേഷ്യന്റെ മുറിവിന് രണ്ടിനും വലിയ ആഴമൊന്നുമില്ല. ഒന്ന് സ്റ്റിച്ച് ഇടണമെന്നേ ഉള്ളു. നിങ്ങൾ രണ്ട് ബഹളം ഉണ്ടാക്കുമെന്ന് അവിടെ മാറിയിടുന്നേ. സിസ്റ്റർ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അവിടെ പോയി ഇരുന്നാണ്. അവിടെ പോയി ഇരിക്കേ.